ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. വെറുതെ ഇരുന്നപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എന്തായാലും രാത്രിത്തേക്ക് വേണം. അപ്പം അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാനത് ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസാണ് വേണമെന്നുള്ളത് കാണിച്ചു തരാം. പട്ട, ഗ്രാമ്പു, തക്കോലം, ഇല, പിന്നെ ഇഞ്ചി, കൊത്തുണ്ട്, തേങ്ങയും ഇഞ്ചിയും കൂടെ അരച്ചതാ, വെളുത്തുള്ളി, വലിയ ഉള്ളി അരിഞ്ഞത്, നൈസായിട്ട് അരിഞ്ഞതാണിത്. നല്ലോണം ചൂടാകുമ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കണം, തേങ്ങ എണ്ണ ഒഴിക്കണം. പട്ട, ഗ്രാമ്പു, തക്കോലം എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ ചൂടായ എണ്ണയിലോട്ടിട്ടു. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നല്ലോണം ഇളക്കണം. ഒന്ന് ചെറിയ റെഡ് കളറാകുമ്പോൾ ഉള്ളി ഇടാം. കേജി ഇറച്ചിക്കാൻ ഞാൻ ഇത്രയും ഉള്ളി ഇടുന്നത്. ഇതൊരു 4 ഉള്ളി നൈസായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ വേഗത്തിൽ വഴണ്ടി വരും. ചിക്കൻ കറിക്ക് ഞാൻ ടൊമാറ്റോ ഇടുന്നില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ ചേർക്കുന്നത്. കറിവേപ്പില എത്രത്തോളം ചേർക്കാമോ അത്രത്തോളം ടേസ്റ്റ് കൂടും. നല്ലോണം വഴറ്റണം. ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറാവുന്നവരേക്കും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ചുമന്ന കളറായിട്ടുണ്ട് ഉള്ളിയെല്ലാം. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ഇടാം. ചൂട കറിവേപ്പില ഇടാം. എത്രത്തോളം ഇടുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടെ ഉള്ളൂ. നല്ലോണം ഒതുക്കി പറക്കി വെച്ചിട്ട് നല്ലോണം ഒന്ന് മൂടി വയ്ക്കണം. ഇനി കുറച്ച് നേരം ഈ ആവിയിലിരുന്ന് ചിക്കൻ വേവണം. ചിക്കൻ വേവുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കാം. ഇങ്ങനത്തെ ഒരു പെരുമഴയത്താണ് ഞാനും മോളും കൂടെ ചിക്കൻ വാങ്ങാൻ പോയത്. ഇങ്ങനെ ഇപ്പം കാണിക്കുന്ന ഈ അടുപ്പിൽ കിടന്ന് വേവുന്ന ചിക്കൻ ഇങ്ങനെ ആടിത്തുള്ളിപ്പോക്കി മഴയത്ത് പോയി വാങ്ങിയിട്ട് വന്നതാണ്. ചിക്കൻ ഇത്തിരി നല്ല വെന്തി പാകമായിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ട ഇതിലോട്ട് മസാലയൊക്കെ ഓരോരോ ഐറ്റമായിട്ട് ഇടേണ്ടതാണ്. നല്ലോണം വഴറ്റിയെടുത്തത്. അടുത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് തേങ്ങയും ഇഞ്ചിയും കൂടെ അരച്ച് വെച്ചിരുന്നതും ഈ തേങ്ങാക്കൊത്തും കൂടെ ഒരുമിച്ച് ഞാൻ അതിലോട്ടിട്ടു. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലോണം വഴറ്റണം. ഉപ്പ് കൂടെ നോക്കിക്കൊള്ളണം ആവശ്യത്തിന്. നിങ്ങളുടെ പാകത്തിന് ഉപ്പിടാം. അടുത്ത് തന്നെ ഞാൻ ചേട്ടന് കോഫി വെച്ചിട്ടിരിക്കുക. ബ്ലാക്ക് ടീ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ബ്ലാക്ക് കോഫി കുടിക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് കോഫിയും കൂടെ ഇട്ട് കൊടുത്തു. അതിലൊരു പങ്ക് ഞാനും കുടിച്ചു. മഴയല്ലേ, അതുകൊണ്ട് കോഫിയും കുടിച്ച് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മഞ്ഞൾപ്പൊടി ശകലം ഇട്ടു, ആവശ്യത്തിന് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് എരിവിൻ്റെ പാകത്തിനനുസരിച്ചിട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് പെപ്പറും ചേർക്കാം, പെപ്പർ ആവശ്യത്തിന്. ഇത് ചില്ലി ഫ്ലെക്സാണ്. ഇത് എരിവ് ഇത്തിരി കൂടുതലായി ഇതിൻ്റെ, അതുകൊണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിപ്പോൾ പെപ്പറും കൂടെ ചേർത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം, എത്ര കറിയായിട്ട് വേണോ കട്ടിയായിട്ടായാലും വയ്ക്കാം. ഇതിപ്പം കറിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നു. ഓരോരുത്തരുടെയും കറിയുടെ പാകത്തിന് ലൂസാക്കിയാൽ മതി. വെള്ളം ഒഴിച്ചിട്ട് കറിയായിട്ട് വേണോ കട്ടിയായിട്ട് വേണോ എന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിക്കുക. കുറച്ച് കറിയായിട്ട് വയ്ക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചത്. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചാൽ ഒന്നുകൂടെ ഇതായിപ്പോവും. അതുകൊണ്ട് കുറച്ച് ചൂടാക്കി വെച്ചിരുന്ന വെള്ളത്തിനെ ഞാൻ ഒഴിച്ചത്. അപ്പോൾ ഒന്ന് നല്ലോണം വെച്ചിട്ട് ഒന്ന് കുറച്ചുകൂടെ വേകാൻ വേണ്ടി, മസാല എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നല്ലോണം കറി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ബട്ടറാണ്. ആവശ്യത്തിന് കുറച്ച് ഒരു 2-3 സ്പൂണ് ബട്ടർ കൂടെ ഇതിലോട്ട് ചേർക്കാം. ബട്ടർ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ, അതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. ഇതിപ്പോൾ നല്ല ബട്ടറൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം ലാസ്റ്റ് ടൈമിൽ ബട്ടർ ചേർത്താൽ മതി. ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് വയ്ക്കുക.
ഇപ്പോൾ നല്ലൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ബട്ടറാണ് കൂടുതലും മുന്നിൽ നിൽക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ചേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ബട്ടറാണ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ളത്.